ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു 4 കേക്ക്സിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു കേക്കാണ്. ഇത് 1.5 kg കേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ഓർഡർ വന്നേക്കുന്നത് 1.5 kg 2 കേക്ക്, അതുപോലെ തന്നെ 1.5 kg ഒരു റിച്ച് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, പിന്നെ ഒരു 1/2 kg ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ 1.5 kg 2 കേക്ക് വന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അത് രണ്ട് കസ്റ്റമറാണ് പറഞ്ഞതെങ്കിലും അവർ രണ്ടുപേരും പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കുകളെല്ലാം തലേ ദിവസം തന്നെ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരത്ത് കൊടുക്കാനുള്ള കേക്കുകളായതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഫുൾ കോട്ടിങ്ങും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള 1.5 kg റൗണ്ട് കേക്ക് നമ്മളിതാ ഫുൾ കോട്ടിങ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ പോലും ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഡിസൈനിലാണ്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ട് തോന്നുന്നു ഈ ചോക്ലേറ്റ് ട്രഫിളും ചോക്ലേറ്റ് കേക്കും തമ്മിലുള്ള ഡിഫറൻസ്. ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിക്ക് ഉണ്ടാക്കാം. അത് നമ്മളെ കസ്റ്റമറിൻ്റെ ചോയ്സാണ് കേട്ടോ. അതായത് ട്രഫിൾ ക്രീമും കൂടെ ഉള്ളിൽ ഫില്ലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഒറിജിനൽ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ഒറിജിനൽ ചോക്ലേറ്റ് ട്രഫിൾ. പിന്നെ പുറമേക്ക് ട്രഫിളിൻ്റെ രീതിക്കും ഉള്ളിൽ നമ്മൾ നോർമൽ ചോക്ലേറ്റ് കേക്കായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് നോർമൽ ചോക്ലേറ്റ് കേക്കിൽ പുറമേക്ക് ട്രഫിൾ കേക്കായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർ എന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഇടയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ അത് മോള് വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സൗണ്ടുകൾ വരുന്നത് കേട്ടോ. നിങ്ങൾ മെയിൻ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ 2 ടയർ കേക്കിൻ്റെ ആളത് വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം കേട്ടോ. കേക്ക് റെഡി ആയി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടോ. ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കസ്റ്റമറിന് ഒരു ഉച്ച സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യണില്ല. അവർ ഒരു 6-7 മണിക്കൂർ മുന്നേട്ട് ഓൺലൈനിൽ വന്ന് പോയതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായിട്ടോ. ഇനി പഠിച്ചോനെ എനിക്ക് കേക്ക് നിന്ന് വേണ്ടിയിരിക്കും എന്നൊക്കെ തോന്നി. അവരെന്തായാലും ക്യാൻസൽ ചെയ്യില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ടൈം ചോദിച്ചതിന് റിപ്ലൈ ഇല്ല. പിന്നെ എനിക്ക് തോന്നി വരുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്താണ് അവരുടെ വീട് വരുന്നത്. അപ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, ഇങ്ങനെ കേക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരൂ കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഒരു ടൈം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, വൈകിട്ടേക്കും മതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 4:30-5 മണിയായപ്പോഴാണ് അവർ വന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു ചെറിയൊരു ഡിസൈൻ, അതായത് ഒരു റിബൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടിയിൽ ബോർഡർ പോലെയും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹാർട്ടുകളും പിന്നെ ഒരു പ്രിൻറ്റുമാണ് ആ ഒരു കസ്റ്റമർ അതിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ്, അതായത് റിച്ച് വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കേക്ക് ഏകദേശം 2 kg അടുത്തും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കസ്റ്റമർ കാണാനേ ഇല്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെ ഗൈസ്, അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനിതാ ഈ ഒരു കേക്ക് കൊടുക്കേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഈ ഒരു കേക്ക് കുറച്ച് ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആനിവേഴ്സറിയും ബർത്ത്ഡേയും കൂടി ഒരുമിച്ചാണ്. അതായത് അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വന്ന കാരണം ഒറ്റ കേക്ക് ആക്കിയിട്ട് രണ്ടിൻ്റെയും ഇങ്ങനെ സ്റ്റിക്ക് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.